ബിഗ് ബോസ് സീസൺ 7 ഏകദേശം പ്രഡിക്ഷൻ ലിസ്റ്റിലും പിന്നെ നമ്മുടെ ഓഡിഷനൊക്കെ കഴിഞ്ഞിട്ട് വരാൻ സാധ്യതയുള്ള ഒരു 4 മത്സരാർത്ഥികളുടെ പേര് പറയാം കേട്ടോ. പ്രഡിക്ഷൻ ലിസ്റ്റിലുണ്ട്, ചിലപ്പോൾ അവർ ഓഡിഷൻ കഴിഞ്ഞ് നിൽക്കുന്നവരായിരിക്കും. എന്തായാലും ഈ 4 പേർക്ക് കുറച്ചൊക്കെ ചാൻസ് ഉണ്ട്. ആ 4 പേരുടെ പേര് ഞാൻ പറയാം. ആദ്യം നമ്മുടെ ഏഷ്യാനിൽ ഒരുപാട് വർഷമായി ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മൗനരാഗം സീരിയലിലെ ഏവരുടെയും പ്രിയങ്കരിയായ നായിക നമ്മുടെ കല്യാണി, യഥാർത്ഥ പേര് ഐശ്വര്യ എന്നാണ്. ഐശ്വര്യ റംസായി നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 എത്താനുള്ള ഒരു 100% ചാൻസ് ഉണ്ടെന്ന് തന്നെ പറയാം. പ്രഡിക്ഷൻ ലിസ്റ്റിലായിട്ടും എങ്ങനെയായിട്ട് നിങ്ങൾക്ക് എടുക്കാം, നമുക്ക് നോക്കാം. കഴിഞ്ഞ വർഷം ശ്രീതു വന്ന പോലെ ഈ പ്രാവശ്യം മൗനരാഗത്തിലെ നമ്മുടെ ഐശ്വര്യ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഏകദേശം ബിഗ് ബോസ് തുടങ്ങുന്ന ടൈമൊക്കെ ആകുമ്പോഴേക്കും ആ സീരിയൽ എൻഡിങ്ങിലെത്തും. ഏകദേശം ക്ലൈമാക്സ് എത്താനൊക്കെ ആയി. അപ്പം രണ്ടാമതായിട്ട് നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ വരാൻ പോകുന്നത് RJ അഞ്ജലിയാണ്. RJ അഞ്ജലി നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിലും ഓഡിഷനും ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് തന്നെ നമുക്ക് പറയാം. ഏകദേശം നമുക്ക് നോക്കാം. ഈ 2 വ്യക്തി നമുക്ക് ഏകദേശം പ്രതീക്ഷിക്കാം കേട്ടോ. ഉറപ്പൊന്നുമില്ല, ചിലപ്പോൾ മാറി മറിഞ്ഞൊക്കെ വരാം. പിന്നെ നമ്മൾക്കുള്ളത് ആക്ട്രസ് ലക്ഷ്മി മേനോനാണ്. ലക്ഷ്മി മേനോൻ കോമഡി ഉത്സവത്തിലെ നമ്മുടെ മിഥുൻ ചേട്ടൻ്റെ ആങ്കറായിട്ടുള്ള ആ മിഥുൻ ചേട്ടൻ്റെ വൈഫും നമ്മുടെ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ വരാൻ ചെറിയൊരു ചാൻസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഏവരുടെയും ഫ്ലവേഴ്സിലെ പ്രിയങ്കരമായൊരു പരിപാടിയാണല്ലോ ഉപ്പും മുളക്. അതിലെ ഏവരുടെയും പ്രിയങ്കരനായ ബാലു എന്ന ബിജു സോപാൽ യഥാർത്ഥ പേര്, അദ്ദേഹവും നമ്മുടെ ബിഗ് ബോസിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഈ 4 പേര് ബിഗ് ബോസിൽ വരട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രഡിക്ഷൻ ലിസ്റ്റാണ്, ചിലപ്പോൾ ഓഡിഷൻ കഴിഞ്ഞിട്ട് നിൽക്കുന്നവരുമാകാം. എന്തായാലും എല്ലാവരും നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 വേണ്ടി വെയിറ്റ് ചെയ്യാണെന്നറിയാം. അപ്പോൾ ഈ ഒരു 4 വ്യക്തികളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇനിയും ഒരുപാട് പേരുണ്ട് കേട്ടോ പ്രഡിക്ഷൻ ലിസ്റ്റിൽ. അപ്പോൾ ഇന്നത്തെ കൊച്ചു വേണ്ടി ഇത്രയേ ഉള്ളൂ. ഈ 4 പേരും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടാൽ എന്താണ് അഭിപ്രായം എന്ന് പറയാം. അപ്പോൾ ബൈ ബൈ.